ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ. ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ കണാപ്പാടാ. എടാ ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചു തരാം. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. അങ്ങനെ അച്ഛൻ സ്ഥിരം ചെടി നനയ്ക്കൽ പരിപാടിക്ക് ഇടയിൽ ഞാനിതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ്റെ റിപ്ലൈ കോമഡിയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഭയങ്കര വയലൻസ് ആയിരിക്കും. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? പ്രതീക്ഷയില്ല. കുഞ്ഞുമൂന്നന്റെ 2 റോളാ കാണുന്ന. ഒന്ന് കണ്ടു, അയ്യപ്പനായിട്ട് ദൈവമായിട്ടും കണ്ടു, ചെകുത്താനായിട്ടും കണ്ടു അല്ലേ? കണ്ടു. ഒമ്പോ അവര് ഞങ്ങൾ കൊണ്ടുപോയില്ല. അമ്മേനെ കൊണ്ടുപോയി സ്ട്രക്ചറിൽ തോന്നിട്ടുണ്ട്. പേടിയാ, ബ്ലഡൊക്കെ പേടിയാ. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഈ മാർക്കോ സിനിമ ഇറങ്ങി എന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എങ്ങനെയുണ്ട് പടം എന്ന് വെച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ വയലൻസ് ആണ് പടം, അമ്മയ്ക്ക് വന്നാൽ ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അത്ര വയലൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാത്ത പറഞ്ഞാണ്. ഭയങ്കര വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വയലൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ പറഞ്ഞു ശരി നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ പോയ ഒരു ജേണിയാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ നമുക്ക് 18 ഞങ്ങൾ പറയാട്ടോ. അപ്പൊ ഞങ്ങൾ പോവാണ്. ഞാൻ ഹെൽമെറ്റ് ഒന്ന് ഇടട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഭയങ്കര വയലൻസ് ആയിരിക്കും. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? പ്രതീക്ഷയില്ല. കുഞ്ഞുമൂന്നന്റെ 2 റോളാ കാണുന്ന. കണ്ടു, അയ്യപ്പനായിട്ട് ദൈവമായിട്ടും കണ്ടു, ചെകുത്താനായിട്ടും കണ്ടു അല്ലേ? കണ്ടു. ഒമ്പോ അവര് സിനിമ.
അത് അതിൽ പറയുന്നുണ്ട് അണ്ടർ 18 കാണരുത്. അവർക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അത് ശരിയാണ്, കറക്റ്റാണ്. മീൻസ് അല്ല, അവരുടെ ക്രൂ അങ്ങനെ തന്നെയാണ് അത് പ്രൊമോട്ട് ചെയ്തത്. അച്ഛൻ്റെ ഏജിലുള്ളവർ വളരെ റയറായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ലേ? അതുമാതിരി വിത്ത് ഫാമിലിയും വളരെ കുറവായിരുന്നു. ഫാമിലി സ്ത്രീകൾ കുറവായിരുന്നു. കുട്ടികളെ പിന്നെ കയറ്റാനേ ഇല്ല അതിനകത്ത്. ലൈക്ക് അത്രയും വയലൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഒരു ഇന്ത്യൻ മൂവി ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ? അത് കേരളത്തിൽ നിന്ന് തന്നെ. പ്രൗഡ് മൂമെന്റ്. അല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മേനെ ഞങ്ങൾ കൊണ്ടുപോയില്ല. അമ്മേനെ കൊണ്ടുപോയിട്ട് സ്ട്രക്ചറിൽ ബ്ലഡൊക്കെ പേടിയാ. അതാ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് റിവ്യൂ. എല്ലാവരും പറ്റുന്നവർ കാണുക, മനക്കട്ടിയുള്ളവർ കാണുക എന്ന് പറയുന്നത് അല്ലേ? അതെ, അതേ ഉള്ളൂ. മനക്കട്ടിയുള്ളവർ മാത്രം കാണുക. പക്ഷെ മിസ് ചെയ്യും പടം കണ്ടിട്ടില്ലെങ്കിൽ. അതെ, അത് ശരി. അത് പടം കാണാൻ പറ്റാൻ കുറച്ചെങ്കിലും ധൈര്യമുണ്ട് എന്ന് തോന്നുന്നവർ പോയി കാണുന്നത് വളരെ നന്നായിരിക്കും. കാരണം യങ്ജൻ കാണുമ്പോൾ, കാരണം അവരുടെ ഒരു ബ്ലഡിന്റെ ഒരു അങ്ങനെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഗൈസ് റിവ്യൂ. ടാറ്റ പറയൂ. ബായ്. ആക്ച്വലി അച്ഛൻ വളരെ മസിലൊക്കെ പിടിച്ചിരുന്നാ അപ്പാറ സിനിമ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ എന്നെ വിളിച്ച? ഇല്ല. ഇല്ലേ? വിളിക്കുന്ന പോലെ ഞാൻ കേട്ടല്ല. എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ആരാ ബാക്കില്? ഒന്നുമില്ല, നീ വിളിച്ച്, അതാ ഞാൻ ഇങ്ങോട്ട് വന്നു. ധൈര്യമാണ് ഏറ്റവും വലിയ കൈമുതൽ. നീ ഇവിടെയായിരുന്നു കിടന്നത്. ഇവന് പേടിയാന്ന് പറഞ്ഞപ്പോ ഒരു ധൈര്യത്തിന്. നീ എന്താ ഇവിടെ? ഞാനിവൻ ഒറ്റക്കിടന്ന് പേടിക്കണ്ടെന്ന് എഴുതി വന്നതാ. ഇനിയിപ്പോ ഞാനുണ്ടല്ലോ, നീ വയ്ക്കും. അത് വേണ്ട, ഇവന്റെ ഭാര്യ ജാനകി എന്നെ പ്രത്യേകം വിളിച്ച് പറഞ്ഞതാ ഇവനെ നോക്കിക്കൊള്ളുന്നു.